രാത്രിയിലും മറ്റും നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുമ്പോൾ ഓൺലൈനിൽ കാണിക്കുക എന്നത് നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഓൺലൈനിൽ രാത്രി കാലങ്ങളിൽ കാണുന്നത് കൊണ്ട് വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വാട്സപ്പിൽ ഓൺലൈൻ കാണിക്കാതെ ചാറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് സീൻ എങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് ചാറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മൾ ഒരാൾക്ക് ഒരു മെസ്സേജ് അയക്കുമ്പോൾ ആ മെസ്സേജ് അയച്ച ആൾ കണ്ടാൽ, നമ്മൾ ആർക്കാണ് അയച്ചത് ആ വ്യക്തി ആ മെസ്സേജ് കണ്ടാൽ നമ്മളുടെ ഫോണിൽ ബ്ലൂടിക്ക് വരും. ഈ ബ്ലൂടിക്ക് എങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് ചാറ്റ് ചെയ്യാം എന്നൊക്കെയാണ് ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ പരിചയപ്പെടുന്നത്. ഇതിനുവേണ്ടി ചെറിയൊരു ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. ആ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് അവിടെ ലഭിക്കുക. നമ്മൾ സാധാരണ വാട്സപ്പ് ഓപ്പൺ ചെയ്ത പോലെ നമ്മുടെ ഫോണിലെ മെസ്സേജ് വന്ന കോണ്ടാക്റ്റൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മുടെ വാട്സപ്പിൽ മുഴുവൻ കോണ്ടാക്റ്റും നമുക്ക് കാണണമെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു കമൻറ്റിൻ്റെ ഒരു ചിഹ്നം കാണാം. ആ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് താഴോട്ട് നോക്കിയാൽ നമ്മുടെ എല്ലാ കോണ്ടാക്റ്റും, നമ്മുടെ വാട്സപ്പിലുള്ള കോണ്ടാക്റ്റൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ഈ കോണ്ടാക്റ്റിലൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മെസ്സേജ് അയക്കാം. എനിക്കിപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് വന്ന ഒരു കോണ്ടാക്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഈ കോണ്ടാക്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചതുണ്ട്, അതുപോലെ തന്നെ ഫോട്ടോ അയച്ചതുണ്ട്. ഇവിടെ നമുക്ക് ഈ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോട്ടോ കാണാം. ഇങ്ങനെ ഇതൊക്കെ നമ്മൾ റീഡ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് മെയിൻ സ്ക്രീനിലേക്ക് മടങ്ങുകയാണ്. മെയിൻ സ്ക്രീനിലേക്ക് മടങ്ങിയ ശേഷം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച ആ വാട്സപ്പ് എൻ്റെ ഫോണിൽ നിന്നുള്ള മറ്റൊരു വാട്സപ്പ് തന്നെയാണ്. ആ വാട്സപ്പ് ഞാനൊന്ന് ഓപ്പൺ ആക്കി നോക്കുന്നു. ഇങ്ങനെ ആ വാട്സപ്പ് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ആ വാട്സപ്പിൽ എൻ്റെ കോണ്ടാക്റ്റ് എടുത്തു നോക്കുമ്പോൾ ആ മെസ്സേജിൽ ബ്ലൂടിക്ക് വന്നിട്ടില്ല. ഇതെന്തുകൊണ്ട്? ഞാൻ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് വാട്സപ്പിൽ വന്ന മെസ്സേജ് റീഡ് ചെയ്തത്. ഇങ്ങനെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വാട്സപ്പിൽ മെസ്സേജ് റീഡ് ചെയ്തുകൊണ്ട് അവിടെ ബ്ലൂടിക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഓൺലൈൻ എന്ന് കാണിക്കുന്നില്ല, അതുപോലെ തന്നെ ലാസ്റ്റ് സീനും കാണുന്നില്ല. ഇതുപോലെ നമുക്കും ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഞാൻ ആപ്ലിക്കേഷനിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് മെസ്സേജ് അയക്കാനുള്ള സൗകര്യമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോസും മറ്റുമൊക്കെ സെൻഡ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം ഈ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകും. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഏറ്റവും അടിയിലുള്ള ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്പർ സേവ് ചെയ്യാതെ തന്നെ മറ്റുള്ളവർക്ക് മെസ്സേജ് അയക്കാനുള്ള സൗകര്യം ഇതിൽ ലഭ്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു മെസ്സേജ് അയച്ച് ആ മെസ്സേജ് കുറേ വട്ടം, അതായത് എത്ര കൗണ്ട് ആ മെസ്സേജ് മറ്റുള്ളവർക്ക് സെൻഡ് ആവണം എന്നുമുള്ള ഓപ്ഷൻസും ഉണ്ട്. അത് ഞാനിവിടെ ഹായ് എന്നൊരു മെസ്സേജ് അയക്കുകയാണ്. ഈ ഹായ് എന്ന മെസ്സേജിൽ എത്ര കൗണ്ടാണ് വേണ്ടത് എന്ന് എനിക്ക് നേരെ അടിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നേരെ അടിയിൽ ഇതിങ്ങനെ ലൈൻ ബേസ്ഡ് ആണോ എങ്ങനെയാണോ വേണ്ടത് എന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ. എന്നിട്ട് നമുക്കിതൊന്ന് ഒറ്റ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു 100 കൗണ്ടാണ് മെസ്സേജ് വേണമെങ്കിൽ 100 വട്ടം മെസ്സേജ് അയക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ അയക്കുന്ന 100 വട്ടം മെസ്സേജ് അയക്കണമെങ്കിൽ ഒരു ഹായ് എന്നാണെങ്കിൽ നമ്മൾ 100 വട്ടം ഹായ് എന്ന് മെസ്സേജ് അയക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വളരെ വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് വളരെ സഹായകരമായ ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഓപ്പൺ ആക്കുക എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നമ്മളൊന്ന് ഓപ്പൺ ആക്കിയാൽ അവിടെ കുറച്ച് പെർമിഷൻസ് ഒക്കെ അലോ ചെയ്യാനുണ്ട്. ആദ്യം തന്നെ നമ്മുടെ സെറ്റിങ്സിൽ പോയി ഒരു ഗ്രാൻഡ് പെർമിഷൻ അലോ ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ഫയൽസും കോണ്ടാക്റ്റും ഒക്കെ ഒന്ന് അലോ ചെയ്യണം. അതിന് ശേഷം നമ്മുടെ വേറൊരു സെറ്റിങ്സും കൂടി നമ്മൾ അവിടെ അലോ ചെയ്യേണ്ടതുണ്ട്. അലോ ചെയ്താൽ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ അവിടെ നമ്മൾ ആദ്യം കണ്ട വിൻഡോ അവിടെ ഓപ്പണായി വരുന്നതാണ്. ഓപ്പണായി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ സെൻഡ് ചെയ്യാൻ, നമുക്ക് ടെക്സ്റ്റും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാൻ നമ്മളവിടെ വേറൊരു സെറ്റിങ്സും കൂടി അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ 3 സെറ്റിങ്സും കൂടി അലോ ചെയ്താൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിൽ വാട്സപ്പിനൊപ്പം തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഓൺലൈനിൽ കാണിക്കാതെ അതുപോലെ തന്നെ ലാസ്റ്റ് സീൻ ഹൈഡ് ചെയ്തുകൊണ്ട് ബ്ലൂടിക്ക് ഒഴിവാക്കിക്കൊണ്ട് വാട്സപ്പിൽ ചാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഈ വീഡിയോ മറ്റുള്ളവർക്ക് സജഷൻ പോവുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ലഭിക്കാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.